വിദേശ സർവകലാശാലയിൽ വിയോജിച്ച് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ്. വിദേശ സർവകലാശാലകൾ പാർട്ടി നയത്തിന് വിരുദ്ധമാണെന്നും ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ എങ്ങനെ ഇത് നടപ്പാക്കുമെന്നും വിമർശനമുയർന്നു. സെയ്ഫ് സൈനുദ്ദീൻ തന്നെ വിവരങ്ങൾ നൽകും. സെയ്ഫ്, നേരത്തെ ഈ വിഷയത്തിൽ സിപിഎമ്മിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടായി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനു പുറമെ ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഇതിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. ചർച്ച ചെയ്യാതെയാണ് ഈ ഒരു തീരുമാനം നടപ്പാക്കാൻ പോകുന്നത് എന്ന ഒരു അഭിപ്രായമാണോ സിപിഐ മുന്നോട്ട് വയ്ക്കുന്നത്? ഇന്നലെ ചേർന്ന സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് ഇടതു നയത്തിന് വിരുദ്ധമാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നടക്കുന്നുണ്ട്. സിപിഎം നേതൃത്വം തന്നെ ഇതിന് പരസ്യമായി തള്ളിപ്പറഞ്ഞത് നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ സിപിഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ, സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമെല്ലാം ഈ വിദേശ സർവകലാശാലകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ പരസ്യമായി തന്നെ എതിർത്തിരുന്നു. അത് ആ നയത്തിൽ നിന്ന് സിപിഎമ്മിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. അതിന് പിന്നാലെയാണ് ബജറ്റിൽ ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായത് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ചില അതൃപ്തികൾ ഉയർന്നു വന്നു. അവരറിയാതെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. മന്ത്രിയാണെങ്കിൽ അതൃപ്തി പ്രകടമാക്കുന്ന തരത്തിലാണ് പ്രതികരണങ്ങൾ നടത്തിയത്. പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഇനി പരസ്യ പ്രതികരണം വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സിപിഎം നേതൃത്വം അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സിപിഐ അതിനെ പൂർണ്ണമായി ആ രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല. ഇടതു നയത്തിന് വിരുദ്ധമാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം. ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് വിദേശ സർവകലാശാലകളെ കൊണ്ടുവരുന്നത് എന്ന ചോദ്യം ഇന്നലെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ സംസ്ഥാന കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന കൗൺസിലും സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നേക്കും. വൈകിട്ട് LDF യോഗം ചേരുമ്പോഴും ഒരുപക്ഷേ സിപിഐ ഈ വിമർശനം അവിടെ ഉയർത്താനുള്ള സാധ്യതയും തള്ളിക്കളയാണ്. മുന്നണി ചർച്ച ചെയ്യാതെ എങ്ങനെ ഈ തീരുമാനം നടപ്പാക്കുമെന്ന ചോദ്യമാണ് സിപിഎം മുന്നോട്ട് വയ്ക്കുന്നത്. സെയ്ഫ് സൈനുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.